ഗുഡ് മോർണിംഗ് ആൻഡ് വെരി സോറി ഫോർ ബീങ് ലേറ്റ്. ആക്ച്വലി എനിക്ക് നമ്മുടെ ഓഫീസിൽ ഒരു കോൾ വന്നതുകൊണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്ത് വന്നപ്പോഴേക്ക് സമയത്തേക്ക്. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ് ഫോർ മീ. Okay, so we can start prayer. Okay, ഞാൻ prayer ചൊല്ലാം. Dear God, let love and respect into our hearts. Let friendship and compassion connect us together. Let hope and peace guide us through life. Let us feel joy and courage like Jesus. Thank you, God. Amen. Good afternoon, ma'am. Good afternoon, everyone. Okay, thank you. And what's next? Any thought? Anyone is ready to sign in? ഞാൻ ചെയ്യാം മാം. Thought of the day പറയാം. Okay. Don't compare your life to others. There is no comparison between the sun and the moon. They shine when it's time. അതായത് നമ്മൾ ഒരാളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യരുത്. ഓരോരുത്തരും അവരുടെ സമയമാകുമ്പോൾ അവര് എന്താ പറയാ, നമ്മൾ കുട്ടികളെയാണ് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പം കുട്ടികളെ ആണെങ്കിലും വലിയവരെ ആണെങ്കിലും നമ്മൾ ഒരിക്കലും ഒരാളെ വെച്ച് കമ്പയർ ചെയ്യരുത്. ഓരോരുത്തരുടെയും സമയം വരുമ്പോൾ അവരുടെ എഡ്യൂക്കേഷനും ഇതിനനുസരിച്ചെല്ലാം അവരുടെ സമയമാകുമ്പോൾ അവര് പ്രകാശിക്കും, അല്ലെങ്കിൽ നല്ല ഇതിലെത്തും. ഓക്കെ മാം, താങ്ക് യു മാം, താങ്ക് യു. Okay. So where were we? Part 4 start. Part 3 Unit 4 start ചെയ്തോ? യെസ്. വേറെ മീൻസ് നിങ്ങൾ മറന്നുപോയോ? ഞാൻ മറന്നുപോയോ? ഒരു ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. മിസ് എടുത്തോണ്ടിരിക്കും, ലേറ്റായി പോയി കയറിയപ്പോ PDF യൂണിറ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ മിസ്സേ. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് കഴിഞ്ഞിട്ടില്ലല്ലോ. സെൽഫ് കൺസ്ട്രക്ഷൻ ഞാൻ എടുത്തിരുന്നു അല്ലേ? യൂണിറ്റ് 4 കഴിഞ്ഞു. യൂണിറ്റ് 4 കഴിഞ്ഞു. ഇപ്പോൾ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് എടുക്കുന്നത്. അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദ മോണ്ടിസോറി മെറ്റീരിയൽസ് അതിൽ 4 എടുത്തിട്ടുണ്ട്. ഷെയർ ചെയ്യട്ടെ കേട്ടോ. മോണ്ടിസോറി മെറ്റീരിയൽസ് അതിന്റെ പ്രിൻസിപ്പിൾസ് ആണ് എടുക്കേണ്ടത് അല്ലേ? പ്രിൻസിപ്പിൾസിൽ ഒരു 4 പറഞ്ഞു.
ഓൾമോസ്റ്റ് മെറ്റീരിയലിന്റെ ചില ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി പ്രാക്ടിക്കൽ സെഷൻസ് വരുമ്പോൾ മെറ്റീരിയൽസ് നേരിട്ട് കാണുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. മെറ്റീരിയൽസ് എല്ലാം നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്, റിയാലിറ്റി ഓറിയന്റഡ് ആണ്. ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ടൈപ്പോ സിന്തറ്റിക് ടൈപ്പോ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒന്നും ഉള്ളതല്ല. വുഡൻ, ഗ്ലാസ്, ആ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ്. കൂടുതലും വുഡൻ മെറ്റീരിയൽസ് ആണ്. എല്ലാ മിക്ക മോണ്ടിസോറി മെറ്റീരിയൽസും വുഡൻ മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ടാണ് നല്ല ഫൈൻ വുഡും ആണ്. അതാണ് അതിന്റെ റേറ്റ് അത്ര കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ 4 പ്രിൻസിപ്പിൾസ് കഴിഞ്ഞു എന്നല്ലേ നമ്മൾ പറഞ്ഞത്. കുട്ടികൾക്ക് നല്ലൊരു ഐഡിയ കിട്ടാൻ ഇപ്പൊ വെറുതെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ സർക്കിൾ എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അതിന്റെ ഒരു പിക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു മോഡൽ കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സ്ഫിയർ, ഗോപിക. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷേപ്സ് അതൊക്കെ നമുക്ക് ഒരു മോഡൽ കാണിക്കുമ്പോഴായിരിക്കും അവർക്ക് എളുപ്പമാകുന്നത്. ഈവൻ കൊച്ചുകുട്ടികളുടെ കാര്യം എന്നല്ല, നമ്മൾ ഈ നമ്മുടെ ഈ കുട്ടികൾക്ക് മാത്സിലെ ജോമെട്രിക് സെഷൻസ് ഒക്കെ വരുമ്പോൾ ഇപ്പൊ ക്യൂബോയിഡ്, സിലിണ്ടർ, ക്യൂബ്, അതിന്റെയൊക്കെ പ്രോബ്ലം, സർഫസ് ഏരിയ, വോളിയം, ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആ ഒരു ഷേപ്പ് കാണിച്ചിട്ട് ചെയ്യിക്കുമ്പോൾ അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അതായത് ഇപ്പൊ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഷീറ്റ് അതിനെ അടിച്ച് പരത്തി റെക്ടാങ്കിൾ ഷേപ്പിലാക്കി വാട്ട് ഈസ് ദ എന്താ പെരിമീറ്റർ ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയ ആൻഡ് പെരിമീറ്റർ, ഏരിയ സെയിം ആയിരിക്കുമോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരില്ലേ. അപ്പൊ അത് അവർക്ക് അത്രയും ഇമാജിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ടഫായിരിക്കും. ചില കുട്ടികൾ ഒത്തിരി ആ ഒരു ഇന്റലിജന്റ് ആ ഒരു ഇതുള്ള കുട്ടികള് അവര് അത് മനസ്സിൽ അത് ആ പിക്ചർ കാണും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ മനസ്സിൽ ആ പിക്ചർ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ ഒന്നെങ്കിൽ ടീച്ചർ എന്താ ചെയ്യുക, ബോർഡിൽ അത് വരച്ച് കാണിക്കും, അല്ലെങ്കിൽ ഇതുപോലെ മോഡൽസ് കാണിച്ച് സിലിണ്ടറിക്കൽ പേപ്പർ തന്നെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് അത് നിവർത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഷീറ്റിനെ സിലിണ്ടറിക്കൽ ഷേപ്പ് ആക്കി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ വിഷ്വൽ ഇമ്പാക്ട് അത് പെട്ടെന്ന് ഇവരുടെ ബ്രെയിനിലേക്ക് അങ്ങ് ആക്സെപ്റ്റ് ആകും. അപ്പൊ ഓക്കെ, ഇപ്പൊ നമ്മൾ 1, 2, 3, 4 കഴിഞ്ഞു എന്ന് പറഞ്ഞു. സോ പ്രിൻസിപ്പിൾ ഓഫ് മോണ്ടിസോറി മെറ്റീരിയൽ അതിന്റെ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ട് ഉള്ളത് ആരാ ഒന്ന് റീഡ് ചെയ്യാ? ഞാൻ ഞാൻ ചെയ്യാം. റെഡി. ഓക്കെ ഓക്കെ. Montessori materials are designed for auto education and the control of error lies in the materials themselves rather than in the teacher. The recognize his own mistakes. Uh, the control of error is lies in his use of the materials and permits him to recognize his own mistakes. The 4 wooden cylinder blocks are a good example. If the child makes a mistake in replacing the cylinder into the socket, there will be 1 cylinder left over. Control of error is any kind of indicator which tells us whether we are going towards our goal or away from it. We must provide this as well as introduction and materials on which to work. The power to make progress comes in large measures from having freedom and an assured path along which to go, but to this must also be added some way of knowing if and when we have left the path. If the child is not able to see the control of error in the materials, the child is not ready for the exercise, or in other words, he is not at that stage of expansion. മാം മ്യൂട്ടാണ്. പെട്ടെന്നത് വായിക്കുന്നു, പെട്ടെന്നത് വായിക്കുന്നു, പെട്ടെന്ന് അത് എന്താന്ന് മനസ്സിലാവുന്നില്ല. കാരണം അവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മോണ്ടിസോറി മെറ്റീരിയലിനെ പറ്റി പറയുന്നുണ്ട്. സിലിണ്ടേഴ്സ് അത് ആ സിലിണ്ടർ കണ്ടാലാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ എന്റെ കയ്യിലെ മെറ്റീരിയൽസ് ഇല്ല, ബട്ട് ഐ ക്യാൻ ഷോ യു ദ പിക്ചർ. മെറ്റീരിയൽസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരിക്കും ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാം ഒരു സ്ഥലത്ത് തന്നെ വെച്ചിരിക്കും. സോ ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അതൊന്ന് ഷെയർ ചെയ്യണം.
പിക്ചർ ക്ലിയർ ആണോ? Yes, ma'am. ഇതാണ് ആ Yes, ma'am. പ്രിൻസിപ്പിക്കുന്ന നോബ്ഡ് സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ 1, 2, 3, 4 അങ്ങനെ 4 ടൈപ്പ് സിലിണ്ടേഴ്സ് ആണ്. ഇപ്പൊ വായിച്ചതില് ശ്രദ്ധിച്ചേ, അത് ഒന്നുകൂടെ വായിച്ചു നോക്കി. ദ ഫോർ, അതായത് ഒരു 4ാമത്തെ സെന്റൻസിലായിട്ട് പറയുന്നുണ്ട്, ദ 4 വുഡൻ സിലിണ്ടർ ബ്ലോക്സ് ആർ എ ഗുഡ് എക്സാമ്പിൾ. അതായത് കൺട്രോൾ ഓഫ് എറർ. അതായത് ഞാൻ ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് വേറൊരാൾ ചൂണ്ടിക്കാണുന്നതിന് മുമ്പ് തന്നെ കുട്ടി മനസ്സിലാക്കുക. ഹി കെയിം ടു നോ ദാറ്റ് ദർ ഈസ് some problem is there, so he will repeat the activity again. ആ ആക്ടിവിറ്റി വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അവന് ചിലപ്പോ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് തന്നെ കറക്റ്റ് ആവുമായിരിക്കും. ചിലപ്പോൾ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും അത് ഫൈൻ ആയിട്ട് കറക്റ്റ് മെത്തേഡിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കാണിച്ചിരിക്കുന്നത് 4 ടൈപ്പ് ഉണ്ട്. ഈ 4 ടൈപ്പിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പറയാം. അതിനു മുമ്പ് നോക്കൂ, ഈ സിലിണ്ടേഴ്സ് പ്ലേസ് ചെയ്യുന്ന ഒരു വുഡൻ ബ്ലോക്ക് ഉണ്ട്. അതിൽ നിറയെ ഗ്രൂസ് ഉണ്ട്, ചെറിയ ചെറിയ ഹോൾസ്. ആ സിലിണ്ടർ എടുത്തിട്ട് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. വൺസ് എല്ലാ സിലിണ്ടറും കറക്റ്റ്ലി പ്ലേസ്ഡ് ആവുമ്പോഴേക്കും അത് എല്ലാം ഒരേ ലെവലിലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു സിലിണ്ടർ നോക്കിക്കേ, ഈ ഒരു സിലിണ്ടറിൽ ഏറ്റവും ചെറുത് ഹൈറ്റ് കുറഞ്ഞതുണ്ട്, അടുത്തതാകുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് കൂടി, അടുത്തത് അങ്ങനെ 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 ഏറ്റവും ഹൈറ്റ് കൂടി വരും. അപ്പൊ ഇത് ഗ്രൂവിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോഴേക്കും ഈ ഗ്രൂവിന്റെ ഡെപ്ത് ഹൈറ്റിനനുസരിച്ചായിരിക്കണം. എന്നാൽ മാത്രമാണ് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ഒരേ ലെവലിൽ വരുള്ളൂ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? Yes, ma'am. അതായത് വുഡൻ ബ്ലോക്കില് 10 സിലിണ്ടേഴ്സ് ഉണ്ടെങ്കിൽ 10 സിലിണ്ടേഴ്സിനെ പ്ലേസ് ചെയ്യാനുള്ള ഗ്രൂസ് ഉണ്ട്. അതായത് ഒരു ഹോളോ ആയിട്ടാണ് താഴേക്ക്. ഈ താഴേക്കുള്ള ആ ഓരോ ഗ്രൂവിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ഹൈറ്റിനനുസരിച്ചായിരിക്കും. ഇപ്പൊ ഈ കുഞ്ഞു സിലിണ്ടറിന് ഡെപ്ത് കൂടുതലാണെങ്കിൽ അത് ശരിക്കും പ്ലേസ്ഡ് ആവില്ല. ഒരു കുട്ടി ഈ ഒരു ബ്ലോക്കാണ് ചെയ്യുന്നതെങ്കിൽ അവൻ ഈ സിലിണ്ടർ എല്ലാം ഇങ്ങനെ പ്ലേസ് ചെയ്ത് വരുമ്പോ അവന്റെ കൈ തന്നെ അല്ലെങ്കിൽ സ്കെയിൽ കൊടുത്തിട്ട് അതിനെ ലെവൽ ചെയ്യാനായിട്ട് ഫെസിലിറ്റേറ്റർ ഗൈഡ് ചെയ്തു എന്ന് വിചാരിച്ചു. ആദ്യമേ തന്നെ ഫെസിലിറ്റേറ്റർ ഇതിന്റെ ഒരു ഡെമോ കാണിച്ചു കൊടുക്കും, എങ്ങനെയാ പ്ലേസ് ചെയ്യേണ്ടത്. അതൊരു പ്രാവശ്യമൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ ആ ഒരു പ്രാവശ്യം തന്നെ ഇവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുന്നില്ല. ബട്ട് സം ഐഡിയ കിട്ടും, വി ഹൗ ടു പ്ലേസ് ദ സിലിണ്ടർ ഇൻസൈഡ് ദ ഗ്രൂവ്. പക്ഷെ ഇവനിങ്ങനെ പ്ലേസ് ചെയ്ത് വരുമ്പോഴേക്കും അവിടെയൊക്കെ പൊങ്ങിയും താന്നോക്കി ഇരിക്കുമ്പോഴേക്കും അതിന് മനസ്സിലാകും ഇങ്ങനെയല്ലല്ലോ എൻഡ് റിസൾട്ട്. സോ വീണ്ടും അതെല്ലാം തിരിച്ചെടുക്കും, വീണ്ടും വെച്ച് നോക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത് കറക്റ്റ് വേയിലാകും. അതാണ് കൺട്രോൾ ഓഫ് എറർ ആണ് ഓരോ മെറ്റീരിയലും ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവൻ അതിന്റെ ലെങ്ത് മനസ്സിലാകും. ആ ലെങ്ത്തിന്റെ ഡിഫറൻസ് കൊണ്ടാണ് ഇത്. ആ ഗ്രൂവിന്റെ ഡെപ്തിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. ഇനി ഓരോന്നിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞുതരണ്ട്, ഇതിൽ തന്നെ കാണിച്ചു തരാലോ. അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് 4 ടൈപ്പാണ് സിലിണ്ടേഴ്സ്. അത് അതിന്റെ വിട്ടില് വ്യത്യാസം ഉണ്ടാവും. അതായത് ആ ഡയമീറ്ററിൽ ആ ഒരു ഇങ്ങനെ വൈഡ് ആയിട്ട് വരുന്ന ഭാഗത്തിന്, അതുപോലെ തന്നെ ഹൈറ്റില് ഡിഫറൻസ് ഉണ്ടാകും. ചിലത് ഹൈറ്റ് സെയിം ആയിരിക്കും, വിട്ട് വേരി ചെയ്യും. ചിലത് വിട്ട് സെയിം ആയിരിക്കും, ഹൈറ്റ് വേരി ചെയ്യും. ആ ഒരു രീതിയിലാണ് ഇത് കാണിച്ചപ്പോ ഇതിന്റെ മുകളിൽ വേറെ 4 ടൈപ്പ് സിലിണ്ടേഴ്സ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബ്ഡ് സിലിണ്ടർ ആണ്. നമ്മളുടെ വീട്ടില് ഭരണിയൊക്കെ ഇല്ലേ, പണ്ടത്തെ ആൾക്കാര് മാങ്ങയൊക്കെ ഉപ്പിലിടുന്നതും അങ്ങനെയൊക്കെയുള്ള ഭരണിയില്ലേ, അതിന്റെ അതേ ഒരു മിനിയേച്ചർ വേർഷൻ പോലെയാണ് ഇതിന്റെ കളറും നോബും. അതിന്റെ അടപ്പിന് മുകളിൽ ഇങ്ങനെ ഒരു നോബ് പോലെ ഉണ്ട് അല്ലെ, അതുപോലെയാണ് ഈ സിലിണ്ടറിനും നോബ് പോലെ ഉണ്ട്. അപ്പൊ നോബ്ഡ് സിലിണ്ടേഴ്സ് എന്നാണ് ഈ മെറ്റീരിയൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ കുഞ്ഞു വിരലല്ലേ, അവരെടുക്കുമ്പോൾ ആ നോബിൽ പിടിച്ച് ചിലപ്പോൾ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്ത്, അപ്പൊ അവരുടെ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ്, ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും ഈ ഫിംഗേഴ്സ് ഇങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ. അപ്പൊ ആ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പൊ അതാണ് മറിയം മോണ്ടിസോറി ഒന്നും കണ്ടിട്ടില്ല, ഓരോന്നിനും സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. വെറുതെ എന്തൊക്കെയോ ടോയ്സോ അങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതല്ല, ഇതിന് ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ ഇതിന് മുകളിലുള്ള ടൈപ്പ് സിലിണ്ടർ കാണിച്ചില്ല. അപ്പൊ ഇത് നോബ്ഡ് സിലിണ്ടർ ആണ്, നോബ് ഉണ്ട്. പിന്നെ അടുത്തത് നോബ്ലെസ് ആണ്. അത് ഇതിന്റെ മുകളിൽ തന്നെ പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതും 4 ടൈപ്പ് ഉണ്ട്.
ഏതൊക്കെ കളർ നിങ്ങൾക്ക് കാണാം? Yellow, blue, red. Blue, yellow, blue, red. ഗ്രീൻ. ഈ ഗ്രീൻ ഈ കാണുന്ന ഗ്രീൻ അല്ല കേട്ടോ, നല്ല ബോട്ടിൽ ഗ്രീൻ ആണ്, നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. ഇതൊരുമാതിരി ഒലിവ് ഗ്രീൻ പോലെയുണ്ട്. ഇതല്ല, ശരിക്കും നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. അത് നേരിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ കാണുമ്പോൾ മനസ്സിലാവും. ഇതില് കണ്ടോ, എല്ലാം നോബ് ഇല്ലാത്ത സിലിണ്ടേഴ്സ് ആണ്, നോബ്ലെസ് സിലിണ്ടേഴ്സ്. ഇതും 10 നമ്പേഴ്സ് ഉണ്ട്. ഈ കാണുന്ന ബോക്സുകൾ ഈ സിലിണ്ടർ കീപ്പ് ചെയ്യാനുള്ള ബോക്സസ്. ഇതിൽ ഒരേ ഹൈറ്റ് ഉള്ളതുണ്ട്, വിട്ട് വേരി ചെയ്യുന്നു. ഇവിടെ വിട്ട് സെയിം, ഹൈറ്റ് വേരി ചെയ്യുന്നു. ഇവിടെ എന്താ പറയാ, വിട്ട് കൂടുമ്പോ ഹൈറ്റ് കുറയുന്നു, ആ ഒരു രീതിയിലുള്ളതുണ്ട്. ഇവിടെ യെല്ലോ വിട്ട് കുറയുന്നതിനനുസരിച്ച് ഹൈറ്റ് കുറയുന്നു. അങ്ങനെ 4 ഫീച്ചേഴ്സ് ഉള്ളതാണ്. അതിന്റെ റൈറ്റപ്സും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നോബ്ഡ് സിലിണ്ടർ. 4 ടൈപ്സ് ഓഫ് നോബ്ഡ് സിലിണ്ടേഴ്സ് ഉണ്ട്. രണ്ടും ഉടനാണ് കേട്ടോ, നോബ്ഡ് ആണെങ്കിലും നോബ്ലെസ് ആണെങ്കിലും. കാണാൻ പറ്റുന്നില്ല? കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, 4 ടൈപ്സ് ആണ് നോബ്ഡ് സിലിണ്ടേഴ്സ്. ഇനി ഞാൻ കാണിച്ചതിൽ 10 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. പക്ഷെ നമ്മൾക്ക് ഓഫീസിൽ വന്നിരിക്കുന്നത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരിക്കുന്നത് ഒരു സെറ്റില്, ഒരു ബ്ലോക്കില് 5 സിലിണ്ടേഴ്സ് ആണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ, നമ്പർ കുറഞ്ഞു എന്ന് മാത്രം. അതിനനുസരിച്ച് റേറ്റിൽ ചില വ്യത്യാസം പറ്റും. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അതൊരു 10ന്റെ ആയിരുന്നു. സെയിം ഫീച്ചേഴ്സ് ആണ്. അതായത് ഒരെണ്ണം ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ വിട്ടും ഇൻക്രീസ് ചെയ്യുന്നത് ഒരു ടൈപ്പ്. പിന്നെ ഹൈറ്റ് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ വിട്ട് ഇൻക്രീസ് ചെയ്യും. ആ ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അല്ലെ, ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടും. വിട്ട് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? സിലിണ്ടറിന്റെ ഈ താഴെ ഭാഗത്തെ ഡയമീറ്റർ, നമ്മൾ മാത്തമാറ്റിക്കലി പറയുമ്പോൾ ഡയമീറ്റർ. പിന്നെ ഹൈറ്റ് സെയിം ആയിരിക്കും, വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഹൈറ്റ് സെയിം, അപ്പൊ ആ ഗ്രൂവിന്റെ ഡെപ്ത് എല്ലാത്തിനും സെയിം ആയിരിക്കും. പക്ഷെ അത് ഇരിക്കേണ്ട ഏരിയ അത് വ്യത്യാസപ്പെടും. വിഡ്ത്ത് ഇൻക്രീസസ്. പിന്നെ വിഡ്ത്ത് റിമൈൻ സെയിം, ഹൈറ്റ് ഇൻക്രീസസ്. വിഡ്ത്ത് സെയിം ആയിട്ട് നിൽക്കും, ഹൈറ്റ് കൂടും. അതാണ് നോബ്ഡ് സിലിണ്ടറിന്റെ ഫീച്ചേഴ്സ്. നിങ്ങൾക്കൊരു റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യും, റെക്കോർഡിന്റെ കോപ്പി പ്രൊവൈഡ് ചെയ്യും. അതിൽ നോക്കിയിട്ട് ലാസ്റ്റ് 5th റെക്കോർഡ് കോപ്പി ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ അതിന്റെ ടൈറ്റിലൊക്കെ കിട്ടുമ്പോൾ പിക്ചേഴ്സ് ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിന്റ് എടുത്ത് ഒട്ടിക്കാം. അപ്പൊ ഞാൻ ഈ ഒരു പേജില് രണ്ടും കൂടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പേജില് നോബ്ലെസ്സും ഒട്ടിച്ചു, നോബ്ഡും ഒട്ടിച്ചു. റെക്കോർഡ് രണ്ടും എഴുതിയതും ഒറ്റ പേജില്. നമുക്ക് ജസ്റ്റ് ആ ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ വാരി വലിച്ച് എഴുതേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ മോഡ്യൂൾ 3 കുറേ വായിക്കാനുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഉണ്ടല്ലോ, ആ ഒരു PDF ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു പ്രാക്ടിക്കൽ സെഷന്റെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തൊരു PDF. അപ്പൊ അത് നല്ലപോലെ റീഡ് ചെയ്താൽ മതി. വീണ്ടും റെക്കോർഡ് ബുക്കിലേക്ക് അതെല്ലാം കൂടെ എഴുതി വെക്കേണ്ട. പക്ഷെ ഓരോ മെറ്റീരിയലിന്റെയും ഫീച്ചേഴ്സ് എഴുതണം. അതുകൊണ്ട് ഒരു കുട്ടിക്ക് എന്താണ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് അതും ആണ് എഴുതേണ്ടത്. ഈ നോബ്ലെസ്സും ഇതുപോലെ തന്നെ 4 ടൈപ്പ് ഉണ്ട്. അതിന് 4 കളേഴ്സ് ആയിട്ടാണ് അവൈലബിൾ. യെല്ലോ, ഗ്രീൻ, റെഡ്, ബ്ലൂ എന്നുള്ള രീതിയിൽ 4 കളേഴ്സ്. അവിടെ വെൻ ഹൈറ്റ്, യെല്ലോ ആണെങ്കിൽ വെൻ ഹൈറ്റ് ഇൻക്രീസസ് വിഡ്ത്ത് ഓൾസോ ഇൻക്രീസസ്. ഗ്രീൻ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുന്നു. റെഡ് ഹൈറ്റ് റിമൈൻസ് സെയിം, വിഡ്ത്ത് ഇൻക്രീസസ്. ബ്ലൂ വിഡ്ത്ത് റിമൈൻസ് സെയിം, ഹൈറ്റ് ഇൻക്രീസസ്. ആ ഒരു രീതിയിലാണ്. പെട്ടെന്ന് ഒരു പ്രാവശ്യമൊക്കെ വായിക്കുന്നത് മനസ്സിലാവില്ല. നമ്മൾ ആ മെറ്റീരിയൽ എടുത്ത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഫീച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് പിക്ചേഴ്സ്. ഇപ്പൊ ക്ലിയർ ആയല്ലോ ഒരു കുട്ടിയിൽ എങ്ങനെയാ കൺട്രോൾ ഓഫ് എറർ വരുന്നത്. പിന്നെ കുട്ടികൾക്ക് ഈ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ ഇതിന്റെ കോമ്പിനേഷൻസ് കുറേ ചെയ്യും, കുറേ കാര്യങ്ങൾ, കുറെ ആക്ടിവിറ്റി, അവരുടേതായ ഒരു ഗെയിം പോലെ അവരിങ്ങനെയൊക്കെ ചെയ്യാനൊക്കെയുള്ള ചാൻസസ്. മാം ഇതൊക്കെ പ്രാക്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞതിന്റെ ശേഷമാണ് റെക്കോർഡൊക്കെ എല്ലാം കണ്ടതിന് ശേഷം? കണ്ടതിന് ശേഷമാണോ റെക്കോർഡ് എഴുതേണ്ടതാണോ? അതെ. നിങ്ങൾ നിങ്ങളുടെ 4 റെക്കോർഡ്സും എഴുതി ഓൾമോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് കോപ്പി ചെയ്ത് വെക്കാലോ. അപ്പൊ പ്രാക്ടിക്കലിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോൾ ആ റെക്കോർഡുമായിട്ട് വരാം. സൈൻ ചെയ്യണമെങ്കിൽ സൈൻ ചെയ്യാം, സൈൻ സീലൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും പോകാം. എല്ലാം ഒരുമിച്ച് നടക്കും. അപ്പൊ മാം, അപ്പൊ ഇനി 5ാമത്തെ റെക്കോർഡ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അതിന് ഒരു ഭാഗം വരള്ളതും
ബാക്കി ഫോർ റെക്കോർഡ്സും കംപ്ലീറ്റ് ആയിക്കണോ? എല്ലാവരുടെയും ഏകദേശം കംപ്ലീറ്റ് ആയിക്കണോ? ഞാൻ ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഷെയർ ചെയ്തിട്ടില്ലല്ലോ, ക്ലാസ് റൂമിൽ വന്നിട്ടില്ലല്ലോ. ഇല്ല വന്നിട്ടില്ല. ഇത് ലൈൻ ഇല്ലാത്ത റെക്കോർഡാണ് ഇനി വാങ്ങിക്കേണ്ടത്. അത് ഇങ്ങനെ പ്രിന്റ് എടുത്ത് വെക്കുവാണോ ചെയ്യണ്ടേ? നമുക്ക് ഇതിന് പിക്ചേഴ്സ് ഒട്ടിക്കേണ്ടതുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ പിക്ചേഴ്സ് ഒട്ടിക്കുന്ന ഭാഗമെങ്കിലും പ്ലെയിൻ ആയിരിക്കണം. റെക്കോർഡ് നമുക്ക് രണ്ട് രീതിയിൽ അവൈലബിൾ ആണ്. റൈറ്റ് സൈഡ് റൂൾഡും ലെഫ്റ്റ് സൈഡ് പ്ലെയിനും, അല്ലെങ്കിൽ രണ്ട് സൈഡും പ്ലെയിൻ ആയിട്ടുള്ള റെക്കോർഡും അവൈലബിൾ ആണ്. ഇതിന് നമുക്ക് കുറെ എഴുതാനുണ്ടല്ലോ. ഓരോ മെറ്റീരിയലിന്റെ ഡിസ്ക്രിപ്ഷൻ, ഫീച്ചേഴ്സ്, കുട്ടികളിൽ എന്താണ് ചേഞ്ചസ് വരുത്തുന്നത്, അതൊക്കെ നമുക്ക് എഴുതാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലൈൻ ഉള്ളതിലാകുമ്പോൾ കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി അങ്ങനെ ലൈൻ ഉള്ളത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏതോ ക്ലാസ്സിൽ ആരുടെ ഒരു സജഷൻ ആയിരുന്നു, റൂൾഡ് പേപ്പർ അടിയിൽ വെക്കുമ്പോ അതിന്റെ ആ ഇംപ്രഷൻ ഇങ്ങനെ മുകളിൽ കാണാലോ, വര അങ്ങനെ എഴുതി പോവാം. അതൊന്ന് സെക്യൂർ ചെയ്ത് വെക്കണം എന്നേ ഉള്ളൂ. അല്ല മിസ്, ടൈംസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഞങ്ങൾ റെക്കോർഡാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു ഭാഗം പ്ലെയിനും ഒരു ഭാഗം ലൈനിട്ടുള്ളതും. അങ്ങനത്തെ റെക്കോർഡാവും ഇതിന് ബെറ്റർ. അതെ അങ്ങനെ ചിലര് പറയണ്ട അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ചില ബാച്ചിലെ കുട്ടികളെ രണ്ടും പ്ലെയിൻ ആയിട്ട് ആ കടയിലൊക്കെ കാണുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടും പ്ലെയിൻ ആയിട്ടുള്ളതാ കിട്ടാഞ്ഞ്, ബാക്കി മറ്റേത് കിട്ടി. ആണോ? ഓക്കെ. അത് നമുക്ക് ശരിക്കും ഫസ്റ്റ് റെക്കോർഡും ഫോർത്ത് റെക്കോർഡിലും ആ ഒരു കുറെ പിക്ചേഴ്സ് വെക്കേണ്ടത് കൊണ്ട് ലൈനുള്ളതിന്റെ മുകളിൽ പിക്ചേഴ്സ് വെക്കുമ്പോ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ലൈൻ ഇങ്ങനെ കാണുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പ്ലെയിൻ കിട്ടുമെങ്കിൽ നന്നായിരിക്കും. ഓക്കെ. ലാസ്റ്റ് പ്രിൻസിപ്പിൾ അതായിരുന്നു പറഞ്ഞത്, കൺട്രോൾ ഓഫ് എറർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ഇതെല്ലാം ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, മിസ്റ്റേക്ക് ആണെന്ന് പറയുന്നതിനേക്കാളും കുട്ടി ആക്ടിവിറ്റി ത്രൂ റിപ്പീറ്റേഷനിലൂടെ അത് കറക്റ്റ് ആക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യം ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കൺട്രോൾ ഓഫ് എറർ കുറഞ്ഞു വരും. ആ എറർ ഉണ്ടാകാനുള്ള ചാൻസസ്, ഫസ്റ്റ് ടൈം ഒരു 5 പ്രാവശ്യം എറർ വന്നു, 6ാമത്തെ തവണയാണ് കറക്റ്റ് ആയതെങ്കിൽ പിന്നീട് ചെയ്യുമ്പോൾ ആ എറർ ഇല്ലാതാകും. അങ്ങനെയാണ് ആക്ടിവിറ്റി അത് കറക്റ്റ് ആയിട്ട് ചെയ്തു വരുന്നത്. ആ ഒരു പ്രോഗ്രസ്സിലേക്ക് കുട്ടി കിടക്കും. ആ ഒരു ആക്ടിവിറ്റിയുടെ പ്രോഗ്രസ് കൂടി വരുന്നു. നമ്മള് 10 വേർഡ്സ് എന്താ പറയാ കുട്ടികളെ കൊണ്ട് കാണാതെ എഴുതിപ്പിക്കുകയാണ്. ഫസ്റ്റ് ടൈം എഴുതിയപ്പം അതിലെ 2 വേർഡ് തെറ്റിപ്പോയി. അപ്പൊ അത് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെയ്യിക്കുമ്പോൾ ഒരെണ്ണം വീണ്ടും പോയി. അങ്ങനെ നമ്മൾ ചെയ്യിക്കാറല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ത്രൂ ആക്ടിവിറ്റി മാത്രം എക്സാം ഇംപ്രൂവ്മെന്റ് കൊടുക്കും. ഒരു എക്സാം എഴുതി മാർക്ക് കുറവാണെങ്കിൽ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ വീണ്ടും ഒന്നുകൂടെ നല്ല രീതിയിൽ പഠിക്കുമ്പോൾ അതിനേക്കാൾ കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടും. ദാറ്റ് മീൻസ് ദർ ഈസ് പ്രോഗ്രസ്. അതുപോലെ തന്നെയാണ് ഇവിടെ ത്രൂ റിപ്പീറ്റേഷൻ വീണ്ടും ചെയ്ത് നോക്കുമ്പോൾ ഇവരുടെ എറർ കുറഞ്ഞ് ഇല്ലാതാകും. അതാണ് ആ ഒരു കുഞ്ഞിന്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ പക്ഷേ സം ടൈംസ് ആ ഒരു കൺട്രോൾ ഓഫ് എറർ ശരിയാവുന്നില്ല. അവന് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് ആ കുട്ടിയുടെ ഏജിനനുസരിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ആക്ടിവിറ്റി അല്ല. അപ്പൊ അതിനനുസരിച്ച് പിന്നെ ആക്ടിവിറ്റി നിർത്തിക്കൊണ്ടിരിക്കണം. ആ ഒരു സ്റ്റേജിൽ ആ ഒരു ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജിലേക്ക് എത്തിയിട്ടില്ല. നമുക്കറിയാം 3 to 6 years 3 years ഏജ് സ്പാനിലുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇവന്റെ ഏജിന് പറ്റുന്ന ആക്ടിവിറ്റി വേറെയാണ്. ചിലപ്പോൾ 5 വയസ്സുകാരൻ അത് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അതേസമയം ഒരു 5.5 വയസ്സുകാരൻ അത് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഏജ് അല്ല ശരിക്കും അവരുടെ പൊട്ടൻഷ്യൽ പറയുന്നത്. ഏജിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ പൊട്ടൻഷ്യൽ അത് ഓരോരുത്തർക്കും ഓരോ ലെവല്. ചിലപ്പോ 5 വയസ്സുകാരന് ലാംഗ്വേജ് ഭയങ്കര ഇതായിരിക്കും. അതേസമയം 3 വയസ്സുകാരന് ലാംഗ്വേജ് അത്രയും ആയിട്ടുണ്ടാവില്ല. അപ്പൊ ലാംഗ്വേജ് ഏരിയയിലെ ആക്ടിവിറ്റീസ് 5 വയസ്സുകാരൻ അത് കൂടുതലായിട്ട് ചെയ്യുന്നു, 3 വയസ്സുകാരൻ അതിന്റെ ഏറ്റവും ബേസ് കാര്യങ്ങളായിരിക്കും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാകും ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ആ കുട്ടി ആയിട്ടില്ല എന്നുള്ള രീതിയിൽ. ഇനി നെക്സ്റ്റ് ബേസിക് റൂൾസ്. ഇത് യൂസ് ചെയ്യാൻ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിരുന്നു. വളരെയധികം കെയർ ചെയ്യണം, അതിനെ റെസ്പെക്ട് ചെയ്യണം. കുട്ടികളാണെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യണം. ഒരു മാറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടേബിൾ അതിന്റെ മുകളിൽ വെച്ചായിരിക്കണം ചെയ്യേണ്ടത്. റഫായിട്ട് യൂസ് ചെയ്യരുത്. കാരണം അവൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് അതുപോലെ തന്നെ ഫൈൻ ആയിട്ടിരിക്കണം. അടുത്ത ആൾക്ക് ചെയ്യാനുള്ളതാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്കെ. ഇതില് ഒരു എന്താ പറയാ 5 പോയിന്റ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ്
3 points and read ചെയ്യാം. Okay, Miss. Basic rules in the use of Montessori materials. Montessori materials are designed with a serious purpose, that is to support the child in his psychic development. Therefore, children are required to treat them with respect. They must handle them carefully and only after their use is understood. Second, when using materials, children must bring all the materials essential and arrange them in order on the mat or table. Third, when they have finished using the materials, the children must return it to the shelves, leaving the materials in good order for the next child. മതിയോ മിസ്? ഇനി വായിക്കണോ? വേണ്ട വേണ്ട മതി. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് തന്നെ. ഓരോന്നും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റ്, ആ മെന്റൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ, കോഗ്നിറ്റീവ്, ഇന്റലക്ച്വൽ, ആ രീതിയിലുള്ള എല്ലാ ഡെവലപ്മെന്റിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ആ മെറ്റീരിയൽസിനെ വളരെ റെസ്പെക്റ്റോട് കൂടി കുട്ടി ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. ദേ ഷുഡ് ഹാൻഡിൽ ദം കെയർഫുള്ളി. അതിന്റെ യൂസ് മനസ്സിലാക്കിയതിന് ശേഷം വേണം ആക്ടിവിറ്റി ചെയ്യാൻ. ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് യൂസസ്. മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ അതിന് ഒരു ആക്ടിവിറ്റിക്കുള്ള എല്ലാ മെറ്റീരിയൽസും, എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽ എല്ലാം കൊണ്ടുവരണം. അതൊരു മാറ്റിലോ അല്ലെങ്കിൽ ഒരു ടേബിളിലോ അറേഞ്ച് ചെയ്ത് വെക്കണം. ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് അതുപോലെ തന്നെ ആ ഷെൽഫിൽ അതേ പ്ലേസിൽ വെക്കണം. വേറൊരാൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു കുട്ടി ചെല്ലുമ്പോൾ അതിനകത്ത് മിസ്സിങ് ഉണ്ടാവരുത്. അത് നല്ല ഓർഡറിൽ ആയി തന്നെ ഇരിക്കണം. ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കണം. നെക്സ്റ്റ് 2 points. ഞാൻ വായിക്കാം മാം. The introduction of new material to the child is called the fundamental lesson. The goal is not only to present the child with the key to the materials and their possibilities, but also to enable the teacher to discover the child's inner progress and therefore his actual stage of development. Last point. Generally, lessons are given on an individual basis. This is because no two children can be particularly in the same stage of development. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. സെയിം ഏജിലാണെങ്കിൽ പോലും ചിലപ്പോൾ സെയിം സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലായിരിക്കണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഡിവിജ്വൽ ബേസിസിലായിരിക്കണം. ഇപ്പൊ സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ ഗ്രൂപ്പ് ലേണിംഗ് ആണ്. ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും ഒരേ രീതിയിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ടീച്ചർ കൺവെൻഷണൽ ആയിട്ട് ട്രഡീഷണൽ ആയിട്ട് ക്ലാസ് എടുക്കും. പക്ഷെ ഇവിടെ ഇൻഡിവിജ്വൽ ബേസിസിലായിരിക്കണം ലെസൺസ് കൊടുക്കേണ്ടത്. കാരണം ഒരേ കുട്ടികളെല്ലാം യുണീക്കാണ്. രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആകുന്നില്ല. പിന്നെ മെറ്റീരിയലിന്റെ ഇൻട്രൊഡക്ഷൻ, ആ ഇൻട്രൊഡക്ഷൻ ഡെമോ കൊടുക്കുമ്പോൾ അതൊരു ഫണ്ടമെന്റൽ ലെസൺ ആണ് കുട്ടിക്കുള്ളത്. അതിന്റെ ഗോൾ എന്ന് പറയുന്നത് പ്രസന്റീവ് ആണത്. അത് ആ ഒരു ഫെസിലിറ്റേറ്റർ അത് വളരെ ജെന്റിലായിട്ട് വളരെ കാമായി കെയർഫുൾ ആയിട്ട് മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നത് കാണുമ്പോൾ കുട്ടി അത് തന്നെ ഫോളോ ചെയ്യും. എന്നിട്ട് കുട്ടിയെ കൊണ്ട് അത് ആക്ടിവിറ്റി ചെയ്യിക്കാനായിട്ട് മാറി നിന്ന് ഒബ്സർവ് ചെയ്യും. അപ്പൊ കുട്ടി അത് ചെയ്യുന്നത് മനസ്സിലാക്കും. അവരുടെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിന്റെ ചേഞ്ചസ് അതെല്ലാം ഒബ്സർവർ ആയിട്ട് നിൽക്കുന്ന ഫെസിലിറ്റേറ്റർക്ക് മനസ്സിലാകും. അപ്പൊ ഈ ഇൻട്രോ ഡെമോ കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ആ ഡെമോ കൊടുക്കുമ്പോൾ കുട്ടി അതിൽ ഇൻട്രസ്റ്റഡ് ആവുകയാണെങ്കിൽ ആ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. അപ്പൊ അവന്റെ ഡെവലപ്മെന്റ് സ്റ്റേജസ്, കൈയുടെ മൂവ്മെന്റ്, അതിന്റെ പവർ ഓഫ് അറ്റൻഷൻ എല്ലാം നമ്മൾക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ഈ മെറ്റീരിയൽസിന്റെ ഫണ്ടമെന്റൽ ലെസൺസ് നമ്മൾ പറഞ്ഞു. ഡെമോ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫണ്ടമെന്റൽ, ഒരു ബേസ്, ഒരു അടിത്തറ, ഫണ്ടമെന്റൽ ലെസൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫണ്ടമെന്റൽ ലെസൺസ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ്. അതൊരു 4-5 പോയിന്റ്സ് ആയിട്ടുണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് 3 പോയിന്റ്സ് ഒന്ന് വായിക്കാമോ? മെറ്റീരിയൽസിന്റെ A decisive impression of contact with the external world. It's a clear scientific predetermined character of this contact with categories it from the mass of determinate contact with the child is continuously receiving from his
Ambience. Ambience, no. Ambience, okay. Teacher must have thorough knowledge of Montessori material. Teacher should have sufficient practice beforehand. അത്രയാണോ മിസ് വായിക്കാൻ പറഞ്ഞേ? അടുത്ത പോയിന്റ്. The fundamental lesson has 3 characteristics: brevity, simplicity, and objectivity. Okay, ma'am. നമ്മൾ പറഞ്ഞു മെറ്റീരിയൽസ് എല്ലാം നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്, റിയാലിറ്റി ഓറിയന്റഡ് ആണ്. ഒരു മെറ്റീരിയൽ എടുത്തൊരു കുട്ടിയുടെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അവന്റെ സറൗണ്ടിങ്സിലുള്ളതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പൊ എക്സ്റ്റേണൽ വേൾഡുമായിട്ടൊരു കോണ്ടാക്ട്, ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരും. അത് ഒരു ക്ലിയർ ആണ്, സയന്റിഫിക് ഒരു ഫാക്ട് എന്നുള്ള രീതിയിൽ. ഇപ്പൊ സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു കാര്യം എടുത്തു, അവനത് കണക്ട് ചെയ്യും. ഞാൻ കളിക്കാൻ യൂസ് ചെയ്യുന്ന ബോള്, വീട്ടിൽ കാണുന്ന എന്തെങ്കിലും ഗ്ലോബ്, അല്ലെങ്കിൽ ഇപ്പോ ചില സ്വീറ്റ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കൂലേ, അപ്പൊ അതുമായിട്ട് ചിലപ്പോൾ കണക്ട് ചെയ്യും. അങ്ങനെയുള്ള അങ്ങനെ കുറെ അവര് റിലേറ്റ് ചെയ്യുന്ന കുറെ ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ കാണാത്ത പലതും അവര് റിലേറ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് കുട്ടിക്ക് ഉണ്ടാവുന്നത്, കുട്ടി ആംബിയൻസ്, നമ്മുടെ സറൗണ്ടിങ്സ്, എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് തന്നെയാണ് ആംബിയൻസ്. അതൊരു പ്ലീസിങ് എൻവിയോൺമെന്റ് ആകുമ്പോഴാണ് ആംബിയൻസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. കുട്ടി വളരുന്ന ആ നല്ല രീതിയിലുള്ള അവനെ പോസിറ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആ എൻവിയോൺമെന്റിലെ പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും കോണ്ടാക്ട് ചെയ്യാനും ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിൽ ആ ഒരു ഏർജ് വരും. ഫെസിലിറ്റേറ്റർ ആണല്ലോ ഈ മെറ്റീരിയൽസ് ഇൻട്രോ ഒരു ഡെമോ കാണിക്കുന്നത്. അവർക്ക് ഈ മെറ്റീരിയൽസിനെ കുറിച്ചൊരു തറോ നോളജ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ സിലിണ്ടേഴ്സ് വന്നു. അപ്പൊ സിലിണ്ടേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ അറിയണം, അല്ലെങ്കിൽ നമ്മൾ ആ പ്രിൻസിപ്പിൾ വായിച്ചു പോകുമ്പോൾ എന്താ ഇതെന്ന് ഒരു ഐഡിയ കിട്ടില്ല. അപ്പൊ സിലിണ്ടേഴ്സിന്റെ പിക്ചർ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ അതിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കിയപ്പോ നമുക്കത് മനസ്സിലായി, ഓ ഇതാണ് കുട്ടിയിൽ കൺട്രോൾ ഓഫ് എറർ എന്നുള്ള കൺസെപ്റ്റ്. ആ കൺട്രോൾ ഓഫ് എറർ എന്നുള്ള കൺസെപ്റ്റ് എന്താന്ന് നമുക്ക് മനസ്സിലായി. കുട്ടി അത് ചെയ്യുമ്പോൾ അതെങ്ങനെ കുറഞ്ഞ് കുട്ടി പ്രോഗ്രസിലേക്ക് പോകുന്നു എന്നുള്ളതും നമുക്ക് ആ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായി. ഇനി നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ആവും. അപ്പൊ ടീച്ചേഴ്സിന് അതിനെ പറ്റിയൊരു ടീച്ചേഴ്സ് മീൻസ് ഫെസിലിറ്റേറ്റേഴ്സിന് അതിനെ പറ്റിയൊരു നോളജ് ഉണ്ടായിരിക്കണം. അവർക്ക് സഫിഷ്യന്റ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. ആ കുട്ടിയെ അത് കാണിക്കുന്നതിന് മുമ്പ് ടീച്ചേഴ്സ് നല്ല രീതിയിൽ മെറ്റീരിയൽ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. നാളെ കുട്ടിക്ക് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, തലേ ദിവസമെങ്കിലും അല്ലെങ്കിൽ ഡേ ബിഫോർ ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഈ ഫണ്ടമെന്റൽ ലെസൺസ്, അതായത് പറഞ്ഞു ഫണ്ടമെന്റൽ ലെസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടിക്ക് അതിന്റെ ഇൻട്രോ കൊടുക്കുന്നതാണ്, അവന്റെ പ്രോഗ്രസ് ഡെവലപ്മെന്റിലേക്ക് പോകുന്ന ഒരു ഫൗണ്ടേഷൻ ആണത്. അപ്പൊ അതിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് മെറ്റീരിയൽസിന്റെ ഫണ്ടമെന്റൽ ലെസൺസിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ബ്രിവിറ്റി, ബ്രീഫായിട്ട് പറയാന്നുള്ളത്. സിംപ്ലിസിറ്റി അറിയാറുണ്ട്. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ ബേസ് ചെയ്തുള്ള നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് ജഡ്ജ്മെന്റ് ബേസ്ഡ് ഓൺ ഒബ്സർവബിൾ ഫിനോമിന, അതാണ് ഒബ്ജക്ടിവിറ്റി. ആ ഒരു മെറ്റീരിയല് അതിന് ഒരു ആഡ് ചെയ്യാനുള്ള ഒരു മോണ്ടിസോറി അഡീഷന്റെ ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ഫോർ അഡീഷൻ, മെയിൻ പർപ്പസ് അല്ലെ. അഡീഷൻ, നമ്പർ, ഫെമിലറൈസേഷൻ, കൗണ്ടിങ് എല്ലാം വരും ആ അഡീഷനിൽ വരുമ്പോ. അപ്പൊ അതിന്റെ നമുക്ക് നോക്കുമ്പോ തന്നെ മനസ്സിലാകുന്ന അതിന്റെ ഒരു ഒബ്ജക്റ്റീവ്, അതാണ് ഒബ്ജക്റ്റീവിറ്റിയിൽ വരുന്നത്. ഇത് എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഫണ്ടമെന്റൽ ലെസൺസിന് എത്ര ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. 3 എന്നുള്ളത് പലരും അത് ഓർക്കില്ല, കാര്യം അത് ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതായത് ഒരു മെറ്റീരിയൽ നമ്മൾ കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് വേണം ആ മെറ്റീരിയലിൽ. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ആ ലെസൺ കൊടുക്കുന്നിടത്ത് 3 ക്യാരക്ടറിസ്റ്റിക്സ് വേണം. അത് സിമ്പിൾ ആയിരിക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വളരെ സിമ്പിൾ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം. ഏറ്റവും ചുരുക്കി സിമ്പിൾ ആയിട്ട് കാര്യം കുട്ടിയിലേക്ക് എത്തിക്കുക, അതാണ് ഫണ്ടമെന്റൽ ലെസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ സംസാരമോ സ്റ്റേറ്റ്മെന്റോ ലെക്ചർ ക്ലാസ്സോ ഒന്നും ആവശ്യമില്ല. വളരെ ബ്രീഫായിട്ട് സിമ്പിൾ ആയിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. പക്ഷെ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താന്നുള്ളതും
കുട്ടി മനസ്സിലാക്കും. അഡീഷൻ ബോർഡ് എടുത്തിട്ട് ഇത് ബോർഡാണ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തിനുള്ള ബോർഡാണെന്നുള്ള ക്വസ്റ്റ്യൻ വരില്ലേ? ആ ഒരു വൈ ക്വസ്റ്റ്യൻ കുട്ടിയിൽ വരാത്ത രീതിയിൽ നമുക്ക് ബ്രീഫ് ചെയ്യാൻ പറ്റണം, സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതുകൊണ്ട് പർപ്പസ് അതും കൂടെ കുട്ടിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ആഡ് ചെയ്യാനുള്ള നമ്പേഴ്സ് എല്ലാം ഉള്ള ഒരു ബോർഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അതിന് 2 സെഷൻ ഉണ്ടാകും. അഡീഷൻ സ്ട്രിപ്പ് ബോർഡിൽ ആഡ് ചെയ്യാനുള്ള ഒരു ബോർഡ് ഉണ്ട്, അഡീഷൻ സ്ട്രിപ്പ് ബോർഡ് എന്നാണ് നമ്മൾ പറയുക. അതിന് 2 ടൈപ്പ്, 2 കളറിൽ സ്ട്രിപ്സ് ഉണ്ട്, റെഡ് കളറിലും ബ്ലൂ കളറിലും സ്ട്രിപ്പ് ഉണ്ട്. അത് നിങ്ങൾ പ്രാക്ടിക്കൽ സെഷൻ ആകുമ്പോൾ മാം കാണിച്ചു തരും. ഈ സ്ട്രിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, അല്ലാണ്ട് ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്. കൂടെ ഒന്ന് കാണിക്കും. കുറെ മാറിയിട്ട് കുറെ പോയി. റെക്കോർഡിന്റെ കോപ്പി മീൻസ് എന്റെ റെക്കോർഡിന്റെ കോപ്പിയാണ്. നിങ്ങൾക്ക് തരുന്നത് വേറെ ആയിരിക്കും കേട്ടോ, വേറെ ഒന്നുമല്ല. എന്റെ കുറെ മിസ്റ്റേക്സ് ഉണ്ട് എഴുതിയതിൽ. അപ്പം അത് കറക്റ്റ് ചെയ്ത് നമ്മുടെ തന്നെ ഫസ്റ്റ് ബാച്ചിൽ ഒരു കുട്ടിയെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ട്. അത് ഷെയർ ചെയ്യാം. പിക്ചർ മാത്രം ഓരോ പേര് ലിസ്റ്റ് അനുസരിച്ച് പേര് കണ്ടുപിടിച്ച് പിക്ചർ ഒന്ന് ഡൗൺലോഡ് ചെയ്തൊക്കെ വെച്ചു, പെട്ടെന്ന് മനസ്സിലാവും. പിക്ചേഴ്സ് ഒക്കെ ഒട്ടിക്കണതായിരിക്കും അല്ലെ? വരയ്ക്കണത് അങ്ങനെ ഉണ്ടാവോ? വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കാൻ എല്ലാം ഒട്ടിക്കുന്ന തന്നെയാണ്. അത് നോക്കി വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെങ്കിൽ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒട്ടിക്കുന്ന തന്നെയായിരിക്കും നല്ലത്. അഡീഷൻ പറഞ്ഞിട്ട് അഡീഷൻ മാത്രം കാണുന്നില്ല. അഡീഷൻ എന്ന തിരി ഞാനൊരു കാര്യം ചെയ്യാം, സബ്ട്രാക്ഷൻ കാണിച്ചു തരാം. നമുക്ക് ഇപ്പൊ ഇതുപോലെയല്ല നമുക്കിപ്പോ വന്നിരിക്കുന്ന ബോർഡ് ഇരിക്കുന്നത്. നമുക്ക് നല്ല വലിയ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോർഡായിരിക്കും. ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ലാപ്ടോപ്പിനേക്കാളും കുറച്ചുകൂടെ സൈസ് വരുന്ന രീതിയിലുള്ള ബോർഡാണ്. ഈ ബോർഡിന് 2 സെഷൻ ഉണ്ടാവും. 2 സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേർട്ടിക്കലി ഒരു ലൈൻ വരച്ചിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സെഷൻ ബ്ലൂ കളറും ഒരു സെഷൻ റെഡ് കളറും ആ ഒരു രീതിയിലായിരിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ സ്ട്രിപ്സ് ഉണ്ട്. ഈ സ്ട്രിപ്സ് ബ്ലൂവും ഉണ്ട് റെഡും ഉണ്ട്. 1 തുടങ്ങി 9 വരെയും റെഡും 1 തുടങ്ങി 9 വരെയും ബ്ലൂ കളർ സ്ട്രിപ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് 2 നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ 2 സ്ട്രിപ്സും യൂസ് ചെയ്യും. ഇത് കൂടാതെ
വേറൊരു വലിയ സ്ട്രിപ്പ് മുകളിലുണ്ടാവും കേട്ടോ. ഇതിന്റെ മുകളിൽ വേർട്ടിക്കലായിട്ട് മുകളിൽ ഇങ്ങനെ വയ്ക്കുന്ന വേറൊരു വുഡൻ കളറാണ് ചിലതിൽ കാണുന്നത്. ചിലതില് ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ ക്രീം കളറിലുള്ളതാണ് ചില ആളുകൾ മെറ്റീരിയൽസ്. നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഗ്രേ കളറിലുള്ളതാണ്. അത് മുകളിൽ വെച്ചിട്ട് അങ്ങനെ ഈ 3 ടൈപ്പ് സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ടാണ് സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് 2 നമ്പറിനെ സബ്ട്രാക്ട് ചെയ്ത് ആൻസർ നമുക്ക് കിട്ടണം അല്ലെ. ആദ്യം നമുക്ക് തരുന്ന 2 നമ്പേഴ്സ് ആയിരിക്കും. സേ 7 - 5. ഈ സബ്ട്രാക്ഷൻ ഒക്കെ അഡീഷൻ ഒക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൗണ്ടിങ് പഠിപ്പിക്കും, നമ്പർ ഫെമിലറൈസേഷൻ പഠിപ്പിക്കും. അപ്പൊ കുട്ടിക്ക് നമ്പർ കണ്ടാൽ 7 എന്ന് പറഞ്ഞാൽ ഏതാണ് 7 എന്നുള്ളത് മനസ്സിലാകും. പിന്നെ അതുപോലെ തന്നെ സിമ്പിൾസും നമ്മൾ അവരെ ഫെമിലറൈസ് ചെയ്യിക്കും. ആഡ് ചെയ്യാൻ പറയുമ്പോൾ പ്ലസ് ആണ്, സബ്ട്രാക്ട് ചെയ്യാൻ പറയുമ്പോൾ മൈനസ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെയുള്ള സിമ്പിൾസ്, ഈക്വൽ ടു, ഇത് പഠിപ്പിക്കും. നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാർഡ്സ് കയ്യിൽ കരുതണം. കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്പർ കാർഡ്സ്, ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടോ അങ്ങനെയുള്ള നമ്പർ കാർഡ്സ് നമുക്ക് കരുതാം. അപ്പോൾ നമ്പർ കാർഡ്സിൽ നമുക്കിപ്പം 7 - 5, അപ്പൊ 7ന്റെ കാർഡ് എടുക്കുക, മൈനസ് സിമ്പിൾ ഉള്ള ഒരു കാർഡ് എടുക്കുക, 5 എന്നുള്ള സിമ്പിൾ ഉള്ളത് എടുക്കുക. നമ്മൾ 7 - 5 എന്ന് പറയുമ്പോൾ കുട്ടിയെ കൊണ്ട് തന്നെ അത് പിക്ക് ചെയ്യിക്കുക. അപ്പൊ കുട്ടി പോയി 7 കാർഡ് എടുക്കും. സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് മൈനസ് സിമ്പിളും പോയി എടുക്കും, എന്നിട്ട് അത് വെക്കും. 5 അത്. ഇതിനകത്ത് നമുക്ക് നമ്മളുടെ വലിയ നമ്പർ 7 ആണല്ലോ. ഞാൻ പറഞ്ഞില്ലേ മുകളിൽ, ഇത് കാണിച്ചിട്ടില്ല, മുകളിൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ സ്ട്രിപ്സ് ഉണ്ട്. അപ്പൊ ഈ ലാർജ് നമ്പർ ഏതാണ് ഈ സ്ട്രിപ്പിൽ നോക്കിയിട്ട്, ഇവിടെ നോക്കിയിട്ട് ലാർജ് നമ്പർ, ഈ സ്ട്രിപ്പ് നിങ്ങൾ നോക്കാതിരിക്കുന്നുണ്ട്, ഇതുപോലെയല്ല ബോർഡ് ഇരിക്കുന്നത്. ഇത് വേറൊരു മെത്തേഡ് അത് പറഞ്ഞുതരാം. ഇങ്ങനെ 1 2 3 4 5 6 7 അങ്ങനെ 18 വരെ ഇങ്ങനെ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് 7 എന്നുള്ള നമ്പറിന്റെ മുകളിൽ ഏത് സ്ട്രിപ്പാണോ വരുന്നത് ആ സ്ട്രിപ്പ് നമ്മളൊന്ന് എടുക്കും. എടുത്തിട്ട് നമുക്ക് എന്തായാലും 7 - 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7നേക്കാൾ ചെറിയ നമ്പർ അല്ലേ കിട്ടുന്നത് അല്ലെ. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ കുറയുമല്ലേ ചെയ്യുന്നത്. അപ്പൊ 7 എന്തായാലും 7നേക്കാൾ ചെറിയ നമ്പർ. അപ്പൊ 7 കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്ക് എഴുതിയേക്കുന്ന നമ്പർ ആവശ്യമില്ലല്ലോ. അപ്പൊ 7ന്റെ മുകളിൽ നിന്ന് ഇടുന്ന സ്ട്രിപ്പ് എടുത്തിട്ട് ആ നമ്പേഴ്സിന്റെ മുകളിൽ അതിങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കും. അപ്പൊ നമ്മൾ കാണുന്നത് 1 തുടങ്ങി 7 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഇനി 7 - 5 എന്നല്ലേ പറഞ്ഞേ, 5 എന്നുള്ള സ്ട്രിപ്പ് എടുത്തിട്ട് 7 തുടങ്ങി ലെഫ്റ്റ് സൈഡിലേക്ക് മറച്ചു വെക്കുക. അല്ലെങ്കിൽ 7 തുടങ്ങി ലെഫ്റ്റ് സൈഡിലേക്ക് 7 എന്നുള്ള ഈ റോയുടെ താഴെ ഇങ്ങനെ വെച്ച് പോയാലും മതി. ബാക്കി എത്ര ബ്ലോക്ക് പോലെ ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പർ ഏതാന്ന് കൗണ്ട് ചെയ്യാം. ഈ സ്ട്രിപ്പ് എല്ലാം കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ആ രീതിയിൽ കൗണ്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടും. അതായത് മുകളിലത്തെ റോയില് 1 തുടങ്ങി 18 വരെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടാകും. നമുക്ക് ഈ സൈഡില് നമ്മൾ ബ്ലൂ സ്ട്രിപ്സ് 1 തുടങ്ങി 10 വരെ ബ്ലൂ സ്ട്രിപ്സ് ഉണ്ടാകും. 1 ചെറിയൊരു ലെങ്ത്തിലുള്ളതായിരിക്കും, 2 എന്ന് പറയുമ്പോൾ അതിന്റെ ഡബിൾ ലെങ്ത് വരും, 3 വരുമ്പോൾ അതിന്റെ 3 ടൈംസ്, അങ്ങനെ അങ്ങനെ താഴേക്ക് വരുന്നവരും നമ്പർ 9 എത്തുമ്പോഴേക്കും ലെങ്ത് കൂടി വരും. ഈ ഏഞ്ചൽസിന്റെ വിങ്സ് കണ്ടിട്ടില്ലേ, ആദ്യം മുകളിൽ ഏറ്റവും വലുതാട്ടോ വെക്കേണ്ടത്. ഏഞ്ചൽസിന്റെ ആദ്യം 9 ആണ്, 9 to 1 ഡിസെൻഡിങ് ഓർഡറില. ഏഞ്ചൽസിന്റെ വിങ്സ് കണ്ടിട്ടില്ലേ, മുകളിൽ നീളം കൂടുതലും താഴേക്ക് വരുന്നതോറും നീളം ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ ബോർഡിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ബ്ലൂ കളർ സ്ട്രിപ്പും റെഡ് കളർ സ്ട്രിപ്പും വയ്ക്കും. ബ്ലൂവില് 9 തുടങ്ങി 1 വരെയും താഴേക്ക്, റെഡും 9 തുടങ്ങി 1 വരെയും താഴേക്ക്. മുകളില് നമ്പേഴ്സ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും 1 തുടങ്ങി 18 വരെ. അതിന്റെ മുകളിൽ 18 സ്ട്രിപ്സ് ഉണ്ടാകും. അത് 1ന്റെ അവിടെ ഏറ്റവും ലെങ്ത് കൂടിയതായിരിക്കും. ലെങ്ത് ലാർജസ്റ്റ് സ്മോൾ ആണ് അത് പ്ലേസ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ച് പോകുമ്പോൾ നോക്കുമ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇരിക്കുന്ന പോലെ തോന്നും. അപ്പൊ ഇങ്ങനെ മുകളിൽ ഏറ്റവും ലെങ്ത് കൂടിയ വെക്കുക, അടുത്ത കുറഞ്ഞ ലെങ്ത്, അങ്ങനെ വെച്ച് ഏറ്റവും ലാസ്റ്റ് 18ന്റെ മുകളിൽ ഒരു ചെറിയ ലെങ്ത് ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് 7 - 5 അത് ചെയ്യണമെങ്കിൽ 7ന്റെ മുകളിലുള്ള സ്ട്രിപ്പ് എടുക്കുക. എന്നിട്ട് ആ സ്ട്രിപ്പ് എടുത്ത്, എന്തായാലും സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 7 കഴിഞ്ഞ് 7നേക്കാൾ ചെറിയ ആൻസർ ആയിരിക്കും കിട്ടുക. അപ്പൊ 7 കഴിഞ്ഞ് 8 തുടങ്ങിയുള്ള നമ്പേഴ്സ് ഒന്നും നമുക്ക് വേണ്ട. അപ്പൊ ആ നമ്പറിനെ ആ സ്ട്രിപ്പ് കൊണ്ട് മറച്ചു വെക്കുക. അപ്പൊ കുട്ടി പിന്നെ കാണുന്നത് 1 തുടങ്ങി 7 വരെയുള്ള നമ്പേഴ്സേ കാണുന്നുള്ളൂ. ഇനി 7 - 5 ആണല്ലോ. അപ്പൊ രണ്ടാമത്തെ നമ്പർ ആ 5 എന്നുള്ള സ്ട്രിപ്പ് എടുക്കുക. അത് റെഡിന്നോ ബ്ലൂയിന്നോ എന്നും വേണമെങ്കിൽ എടുക്കാം, ഒന്നും പ്രോബ്ലം ഇല്ല. 5 എടുത്തിട്ട് 7ന്ന് ലെഫ്റ്റിലേക്ക് വെക്കുക. അപ്പൊ ബാക്കി നമുക്ക് എന്താ കിട്ടും, 1ഉം 2ഉം മാത്രമല്ലേ കിട്ടുള്ളൂ. 5 നമ്പേഴ്സ് മറഞ്ഞു. ബാക്കി കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 2 ബ്ലോക്സ്. ഇനി അത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട്
നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രിപ്പിലെ 2 എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് നോക്കുക. വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആയി കൺട്രോൾ ഓഫ് എറർ. ഇത് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്ട്രാക്ഷൻ എളുപ്പമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്നത്, എന്റെ ഈ റെക്കോർഡിൽ കാണിച്ചിരിക്കുന്നത് ചാർട്ട് പേപ്പറിൽ വരച്ചുണ്ടാക്കാം. ചാർട്ട് പേപ്പറിൽ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഈ നമ്പേഴ്സ് അതിനനുസരിച്ച് വെക്കണം. ഇവിടെ കറക്റ്റ് കാണാൻ പറ്റുന്നില്ല, എല്ലാം കൂടെ സൂം ചെയ്യട്ടെ. എയ്റ്റ് 14 അല്ലേ? ഇവിടെ മുകളിൽ കാണുന്ന നമ്പർ 14 അല്ലേ? ഞാൻ കാണുന്ന കറക്റ്റ് അല്ലേ? 14. ഓക്കെ, 14 -8 ചെയ്യണം നമുക്ക്. 14 എന്നുള്ള നമ്പറിൽ നിന്ന് താഴേക്ക് 8 എന്നുള്ള റോയിൽ ആയിട്ട് ഇവിടുന്ന് ലൈൻ വരയ്ക്കല്, സ്കെയിലോ എന്തെങ്കിലും പതുക്കെ പെൻസിൽ വെച്ചോ വരച്ചിടുമ്പോ അത് ആ ബോർഡ് നാശാവില്ല. അപ്പൊ 2 സ്കെയിൽസ് വെച്ചിട്ട് നോക്കുന്നതായിരിക്കും എളുപ്പം. 18 ഇങ്ങോട്ട് വെക്കുക, 14 വെർട്ടിക്കലി വെക്കുക. രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന നമ്പർ ഏതാന്ന് നോക്കുക. ദാറ്റ് ഇസ് 6. സോ 14 - 8 6. ഇതാണ് ഈ ബോർഡ്. ഇത് ചാർട്ട് പേപ്പറിൽ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വേറെയും ഉണ്ട്, സബ്ട്രാക്ഷൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ബോർഡ് ഉണ്ട്. ഒന്ന് കാണിച്ചു തരാം. ഇത് ഡിവിഷൻ ബോർഡാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ബീഡ്സ് ഉണ്ടാവും, ഇത് സ്കിറ്റൽസ് അങ്ങനെയാണ് ഇതിന്റെ പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. അത് ഡിവിഷൻ ബോർഡ്. ഇവിടെ 10 ÷ 2 ആണ്. നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ 10നെ 2 കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 2 സ്കിറ്റൽസ് ഇതിൽ നിന്ന് എടുക്കും. എന്നിട്ട് 1 2 പ്ലേസ് ചെയ്തു. ഇനി 10 അല്ലെ, 10 ബീഡ്സും ഇതിൽ നിന്ന് എടുക്കും. എന്നിട്ട് ഈ റോയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യും. 1 2 3 4. അതായത് 2 സ്കിറ്റൽസ് ആയതുകൊണ്ടാണ് നമ്മൾ 2 കോളംസ് മാത്രം പ്ലേസ് ചെയ്ത് പോകുന്നത്, ഇങ്ങോട്ട് വെക്കാത്തത്. അതേസമയം 10 ÷ 3 ആണെങ്കിൽ ഇത് ഒരെണ്ണം കൂടി ഇവിടെ വരും. അപ്പൊ പിന്നെ 3 പ്ലേസിൽ വെച്ച് പോകും. അങ്ങനെ നമ്മൾ 10 ബീഡ്സ്, 10നെയാണല്ലോ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ 10 ബീഡ്സ് എടുക്കുക, 2 കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. 2 സ്കിറ്റൽസ്. ഈ നമ്മളുടെ ഈ ചെസ് ബോർഡില് ഏറ്റവും ചെറിയ മനുഷ്യൻ അതില്ലേ, വാല്യൂ കുറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, ആള് അല്ലെ, ഹനുമാൻ, ആ ഒരു ഇത്, അതുപോലത്തെ ഒരു ഷേപ്പ് ഏകദേശം. അപ്പൊ അങ്ങനെ വെച്ച് ഈ 10 ബീഡ്സ് കംപ്ലീറ്റ് ആകുന്നത് ഏത് നമ്പർ വന്നപ്പോഴാണ്? 5 വന്നപ്പോഴല്ലേ. 10 ÷ 2 = 5. ഇതുപോലുള്ള സ്ട്രിപ്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികളെ ഇത് ചെയ്യിക്കാൻ എളുപ്പമായിരിക്കും. ഏതെങ്കിലും 2 നമ്പേഴ്സിൽ ഇപ്പൊ ഡിവിഷൻ, ഇങ്ങനെ ഒരു സ്ട്രിപ്പ്. ഈ സ്ട്രിപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പേപ്പറിൽ നമ്മളിങ്ങനെ എഴുതിയൊക്കെ ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിൽ സെലോ ടേപ്പ് അങ്ങ് ഒട്ടിക്കുക. സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് മാർക്കർ പെൻ കൊടുക്കുക കുട്ടികൾക്ക്. അപ്പൊ 10 ÷ 2 ആൻസർ കുട്ടി ഇവിടെ 5 എന്ന് എഴുതി. അത് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റും. പേപ്പർ ആണെങ്കിൽ പിന്നെ അത് കളയാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അടുത്ത കുട്ടിയെ ചെയ്യിക്കാൻ നേരത്ത് ആ പോർഷൻ അങ്ങ് മായ്ച്ചു കളയുക. അങ്ങനെ നമുക്കത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഡിവിഷൻ ബോർഡ്. ഇതിന്റെ സ്ട്രിപ്പ് ചാർട്ട് ഇത്ര ക്ലിയർ അല്ല. കാണുന്നുണ്ടോ? 2 നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഇതിനകത്ത് നോക്കുന്നത്, ഇത് ഇതിൽ കാണാൻ ഇച്ചിരി വിഷമം. മൾട്ടിപ്ലിക്കേഷന്റെ കാണിക്കും. ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ട്രെയിനി അതിന്റെ മോന് വരച്ചു കൊടുത്ത് ആള് മൾട്ടിപ്ലിക്കേഷൻ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മൾട്ടിപ്ലിക്കേഷന്റെ ബോർഡാണ് കേട്ടോ. ഈ ഹെഡിങ് അറിയാതെ ഇവിടെ വന്നു പോയതാ. മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 × 3 അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന ബോർഡ്. നമുക്ക് ഈ ബോർഡെല്ലാം ഉണ്ട്. ഇതാണ് അഡീഷൻ സ്ട്രിപ്പ് ബോർഡിന്റെ ചാർട്ടാണ്. സ്ട്രിപ്പ് ബോർഡ് വേറെ രീതിയിലായിരിക്കും, ചാർട്ട് ഇതാണ്. അപ്പൊ നമുക്ക് 3ഉം 5ഉം കൂടെ ആഡ് ചെയ്യണം. 3 + 5. 5ന്ന് നേരെ ഒരു സ്കെയിൽ വെക്കുക, 3ന്ന് വെർട്ടിക്കലായിട്ട് വെക്കുക. മീറ്റ് ചെയ്യുന്ന പോയിന്റിലെ നമ്പർ 8. ഇനി വേറൊരെണ്ണം എടുത്തോ, 5ഉം 7ഉം കൂടെ ആഡ് ചെയ്യാം. 5 താഴെ വന്നു, ഇവിടെ വരെ വന്നു. 7ന്റെ നേരെ വരുമ്പോഴേക്കും 5 + 7 12.
ഇങ്ങനത്തെ ബോർഡൊക്കെ ഉണ്ടാക്കി ഇത് നമുക്ക് ചാർട്ട് പേപ്പറിൽ ചെയ്യാനായിട്ട് പറ്റും. ഇത് ചാർട്ട് പേപ്പറിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനൊക്കെ പോകുമ്പോൾ കുട്ടികളെ അഡീഷൻ ഒക്കെ പഠിപ്പിക്കാൻ, ചെറിയ നമ്പേഴ്സിന്റെ അഡീഷൻ ഒക്കെ പഠിപ്പിക്കാൻ എളുപ്പമായിരിക്കും. കണ്ടോ, 9 up to 9 ആണ്. 9 + 9 18, 9 + 8 17. നമുക്ക് ടേബിൾസ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഫിംഗേഴ്സ് യൂസ് ചെയ്യേണ്ട അങ്ങനത്തെ രീതികളൊന്നും ആവശ്യം വരില്ല. ഫോട്ടോ എടുത്ത് വെച്ചതിന്റെ എന്തോ ഒരു മൾട്ടിപ്ലിക്കേഷൻ ബോർഡാണിത്. 5 4 4 × 5 20. ഈ രീതിയിൽ ഇതൊക്കെ ഇത് യൂസ് ചെയ്തിട്ടാണ് ആ കുട്ടി ഇത് വരച്ചിട്ട് ഇത് യൂസ് ചെയ്തിട്ട് അതിന്റെ മോനെ പഠിപ്പിച്ചത് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെയൊക്കെ പിക്ചേഴ്സ് കിട്ടും. നിങ്ങൾക്ക് തന്നെ ചാർട്ട് പേപ്പറിൽ ചെയ്യാനായിട്ട് പറ്റും. അഡീഷന്റെ എന്തെന്നത് ഒട്ടിച്ചു വെച്ചത് കണ്ട് പോയി, അതാന്ന് തോന്നുന്നു ഫോട്ടോ എടുത്തപ്പോൾ കിട്ടാതിരുന്നത്. പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യിക്കും. ആ ഓൺലൈൻ കഴിഞ്ഞ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ പറ്റുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വരുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആകും. മെറ്റീരിയൽ നേരിട്ട് കണ്ട് നമ്മൾ തന്നെ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും കയ്യിലൂടെ പോകണമെന്ന് ഞാൻ വളരെ നിർബന്ധമായിട്ട് പറയാറുണ്ട്. കാരണം ഇത്രയും ദൂരം വന്നിട്ട് കണ്ടിട്ട് പോകുന്നതിനേക്കാളും ഓരോരുത്തരും ചെയ്ത് നോക്കാൻ പറയാം. പിന്നെ എല്ലാവരും എല്ലാ മെറ്റീരിയൽസും ചെയ്ത് നോക്കിയിട്ടാണ് ക്ലാസ് കഴിഞ്ഞ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യൂ. പറ്റുന്നവർ വരൂ, വരാൻ പറ്റാത്തവർക്ക് വേണ്ടി മറ്റുള്ളവർ അതിന്റെ നല്ല ക്ലിയർ ആയിട്ട് വീഡിയോസ് എടുത്താൽ മതി. നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ വീഡിയോസ് എടുത്ത് കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ക്ലാസ്സിൽ മനസ്സിലായതിനേക്കാളും കുറച്ചുകൂടെ മനസ്സിലാകാറുണ്ട്. അങ്ങനെ ചെയ്യാം. ഓരോ ആക്ടിവിറ്റിയുടെയും വീഡിയോ സെപ്പറേറ്റ് എടുത്തിട്ട് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മോഡൽ എക്സാമിന് മുമ്പ് ഇത് നമ്മൾ അവിടെ വരേണ്ടി വരുമോ മാം? മോഡൽ എക്സാമിന് മുന്നേ ആണോ അവിടെ വരേണ്ട പ്രാക്ടിക്കൽ സെക്ഷൻ ചെയ്യാൻ? മോഡൽ എക്സാം 2 ബാച്ചിന് മോഡൽ എക്സാമിന് മുമ്പായിരുന്നു. ഇനി MT4 പക്ഷെ മോഡൽ എക്സാം കഴിഞ്ഞു. അവർക്ക് ഈ ഒരു 3rd-നാണ്, May 3rd-നാണ് അവരുടെ മോഡൽ എക്സാം കഴിഞ്ഞു. ആദ്യത്തെ 2 ബാച്ചിന്റെ മോഡൽ എക്സാമിന് മുമ്പായിരുന്നു മോഡൽ എക്സാം കഴിഞ്ഞു. അത് നമ്മുടെ ആ ഒരു ഷെഡ്യൂളൊക്കെ ഒന്ന് കറക്റ്റ് ആവുന്നതിനനുസരിച്ച് MT4 നല്ലൊരു സ്പീഡിൽ അങ്ങ് പോയി. അവർക്ക് കുറെ പേർക്ക് ജൂണില് ജോലിക്ക് പോകണം അങ്ങനെ പറഞ്ഞപ്പോ അവരുടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തു ശരിക്കും ഞങ്ങൾ. അതാണ്. അപ്പൊ അത് അറിയില്ല നിങ്ങളുടെ എങ്ങനെയാ പോർഷൻസ് പോണേ, അതിനനുസരിച്ച് അത് പ്ലാൻ ചെയ്യും. ജൂണിൽ കാണുമായിരിക്കും ഈ ഒരു പ്രാക്ടിക്കൽ സെഷൻ. കാരണം നമുക്ക് തിയറി കഴിയണമല്ലോ. ഓൾമോസ്റ്റ് കഴിയാറായെന്ന് തോന്നുന്നു. ഈ ഒരു ചാപ്റ്ററാണ് ഇത്തിരി വലുത്. ഇനി ഇത് കഴിഞ്ഞാൽ 10th യൂണിറ്റ് ഞാൻ എടുക്കും. ബാക്കിയൊക്കെ ടീച്ചേഴ്സ് എടുത്തിട്ടില്ലേ? കുറേയൊക്കെ എടുത്തിട്ടില്ലേ? അതെ അതെ. ഇനി ആതിര ടീച്ചർ എടുക്കുന്ന ഭാഗങ്ങളൊക്കെ നാളെയും കൊണ്ട് തീർക്കാന്നാ പറഞ്ഞത്. നാളത്തെ ക്ലാസ്സും കൂടി വന്നിട്ട് കുറച്ച് ടൈമും കൂടി എടുത്തിട്ട് ഒരു 1:15 വരെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതും കൂടി എടുത്തിട്ട് മാഡത്തിന്റെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്യാന്നാ പറഞ്ഞത്. നാളത്തോടു കൂടി കഴിയും. നമുക്ക് മോണ്ടിസോറി മെത്തേഡ്സിന്റെ യൂണിറ്റ്സ് തീരാനായിട്ട് കുറച്ച് സമയമെടുക്കും. എക്സാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മോഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഒരു സ്റ്റഡി ലീവ് ഒക്കെ തന്നിട്ടേ. അതുകൊണ്ട് മോഡ്യൂൾ 1 മോസ്റ്റ് പ്രോബബ്ലി April 1st ഒക്കെ ആകുമ്പോഴേക്കും തീരുമാനിക്കണം. നമ്മളിപ്പോ 7th യൂണിറ്റ് അല്ലേ, 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഡ്യൂൾ 10 ഉണ്ട്. 10ഉം കൂടെ എടുത്തു കഴിഞ്ഞ് എന്റെ പോർഷൻ അതായിരിക്കും. എടുത്തു കഴിയുമ്പോഴേക്കും മറ്റുള്ള ടീച്ചേഴ്സിന്റെ പോർഷൻ അതിന് മുമ്പ് തീരുമല്ലോ. അത് തീരുമ്പോ പ്രാക്ടിക്കൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും ഓൺലൈനായിട്ട്. പ്രാക്ടിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇംഗ്ലീഷും കഴിയാറായോ? ഓക്കെ, അപ്പൊ അത് അങ്ങനെ ഇതും ഓൾമോസ്റ്റ് തീരാറായി. അധികം ഉണ്ട്. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റും ആണ്. ഇത് കൂടുതലും ഉണ്ട്. സെൽഫ് കൺസ്ട്രക്ഷനിലാണോ അതോ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലാണോ നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റേജസും അറിയാൻ വേണ്ടി ഡിവൈഡ് ചെയ്തത് വന്നത്?
അത് ലോ ഓഫ് നാച്ചുറൽ സോറി മാം. രണ്ട് സ്റ്റേജ് ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്തിരുന്നത്? ഏതൊക്കെയാ? ചൈൽഡ്ഹുഡും അഡൽട്ട്ഹുഡും അല്ലെ? ബർത്ത് തുടങ്ങി അഡൽട്ട്ഹുഡും ചൈൽഡ്ഹുഡും മാം. പിന്നെ ആ 12 അഡൽട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫുൾ ഏജ് വരുന്നത് 12 to എത്രയാ മാം? 12 to 18 അല്ലല്ലോ, ആ ഒരു ഏജ് ആണോ പറയുന്നത്? രണ്ട് സ്റ്റേജ് 0 to 12 12 to 24 ആണ് അഡൽട്ട്ഹുഡ്. 0 to 12 ചൈൽഡ്ഹുഡ്, 12 to 24 ആണ് അഡൽട്ട്ഹുഡ്. ഇത് തന്നെ മറിയ മോണ്ടിസോറി ഓരോ സ്റ്റേജിനെയും പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചൈൽഡ്ഹുഡിനെ 2 പീരീഡ് ആക്കി, അഡൽട്ട്ഹുഡിനെ 2 പീരീഡ് ആക്കി അല്ലെ? അതെ, 2 സ്റ്റേജസ് ആണ് 4 പീരിയഡ്സ് ആക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതില് 0 to 6 ഫസ്റ്റ് പീരീഡ്, 6 to 12 സെക്കൻഡ് പീരീഡ്, അങ്ങനെയാണ്. 12 to 18 തേർഡ് പീരീഡ്, 4th 18 to 24. ഞാൻ പറയാൻ വന്നത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അത് അസൈൻമെന്റോ പിന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതോ ഒന്നുമല്ല. നമ്മൾക്കൊരു അസസ്മെന്റ് ടൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നോട്ട്ബുക്ക് വാങ്ങുക. കുറെ പേജസ് ഉള്ളതൊന്നുമല്ല, ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ആ നോട്ട്ബുക്കിനെ 4 പാർട്ടീഷൻ ആക്കുക. കട്ട് ചെയ്യാനല്ല കേട്ടോ, പേജസ് നോക്കിയിട്ട് ഈക്വൽ ആയിട്ട് 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. എന്നിട്ട് ഓരോ പാർട്ടിലും ഫസ്റ്റ് പീരീഡ് 0 to 6, സെക്കൻഡ് പീരീഡ് അടുത്ത പാർട്ടില് 6 to 12, തേർഡ് പീരീഡില് 12 to 18, ഫോർത്ത് പീരീഡില് 18 to 24. നമ്മൾ മറിയ മോണ്ടിസോറി പറഞ്ഞ കാര്യങ്ങൾ, ആ ഓരോ ഏജിലെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ PDF നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ട് 2 കുറച്ച് ലെസൺസ് ഇല്ലേ, ചൈൽഡ് ഡെവലപ്മെന്റ് ഉണ്ട് മാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, എന്തോ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. നമ്മൾ ഇതുപോലെ ഓരോ ഏജിലുള്ള ചേഞ്ചസ് അല്ലേ പറയുന്നത്. സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ലാംഗ്വേജ് വരുമ്പോ ചെറിയ ചെറിയ വാക്കുകൾ പറയുന്നു, കൂയിങ് സൗണ്ട് ഉണ്ടാക്കുന്നു, ബാബ്ലിംഗ് സൗണ്ട് ഉണ്ടാക്കുന്നു. ഓരോ ഏജിലാണ് പറയുന്നത്. അതും കൂടെ എടുത്തു വെച്ചിട്ട് ഓരോ ഏജില്, അതായത് 0 to 6 എന്നുള്ള ആ ഒരു ഏജില് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, 6 to 12 എന്തൊക്കെയാണ്, 12 to 18, 18 to 24. അങ്ങനെ ഇത് നമ്മളുടെ ഇതിന്ന് മാത്രമല്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം. 4 സൈക്കോ അനാലിസ്റ്റുകൾ ഉണ്ട്: സിഗ്മണ്ട് ഫ്രോയിഡ്, ജീൻ പിയാഗറ്റ്, എറിക് എറിക്സൺ, വിഗ്ഡോസ്കി. അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെ സൈക്കോ അനാലിസ്റ്റുകളാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവര് ഓരോ പ്രായത്തിലും കുട്ടിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ചിലര് സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് കുട്ടികളുടെ ചേഞ്ചസ് വരുന്നതെന്ന് പറഞ്ഞു. ചിലര് പറഞ്ഞു അവരുടെ ഇന്റലക്ച്വൽ ലെവൽ അനുസരിച്ചാണ് ഡെവലപ്മെന്റ് മാറുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ആണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ഒബ്സർവേഷൻസ് പറഞ്ഞു. അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. മറിയ മോണ്ടിസോറി ഓൾമോസ്റ്റ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്തെടുക്കാൻ ഇവരുടെ എല്ലാം ഒബ്സർവേഷൻസ് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതും ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. അപ്പൊ ഇതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം കുട്ടിക്ക് ഓരോ ഏജിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കും. നമ്മുടെ വീട്ടിലുണ്ടാവും ഇതുപോലുള്ള ഏജിലുള്ള കുട്ടികൾ, പുറത്തും നമ്മൾ കാണുന്നുണ്ടാവും. ഒബ്സർവ് ചെയ്യുക, അതെല്ലാം നമ്മൾ ഇത് നോട്ട് വെക്കുക. ഈ ഒരു നോട്ട്ബുക്ക് നമ്മളുടെ ഒരു അസസ്മെന്റ് ടൂളാണ്. നാളെ നമ്മൾ ചെറിയ ഏജുള്ള അവരുടെ എല്ലാ കാര്യങ്ങളുടെ ഫൗണ്ടേഷൻ സ്റ്റോൺ തുടങ്ങുന്ന ഒരു ഏജിലുള്ള കുട്ടികളെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഒരു 4 വയസ്സുള്ള കുട്ടി ഉണ്ട്, ക്ലാസ്സിലുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മളുടെ കയ്യിൽ ഈ അസസ്മെന്റ് ടൂൾ ഉണ്ട്, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ബുക്ക് നല്ലപോലെ അനലൈസ് ചെയ്തിട്ട് വേണം എഴുതി വെക്കാൻ. അപ്പൊ നോക്കുമ്പോൾ ഇവൻ 4 വയസ്സിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നത്. 2 വയസ്സിലെ ഒരു കുട്ടി, ആ പ്രായത്തിലുള്ള കുട്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ 4 വയസ്സുകാരൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന്. അവന്റെ ക്രോണോളജിക്കൽ ഏജ് 4 years ആണ്, പക്ഷെ അവന്റെ മെന്റൽ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 years ആണ്. 2 വയസ്സിന്റെ വ്യത്യാസം കാണിക്കുന്നു അവൻ, അല്ലെ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോട്ട് ചെയ്തിട്ട് നമുക്കൊരു പക്ഷെ അത് അസസ് ചെയ്യാനേ പറ്റുള്ളൂ. അതിനൊരു റെമഡി കൊടുക്കാൻ നമ്മൾക്ക് അറിയില്ല. നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഒന്നും അല്ല, അല്ലെ? അതുപോലെ ട്രെയിനിങ് കിട്ടിയവരുമല്ല. പക്ഷെ നമുക്ക് പാരന്റ്സിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റു ടീച്ചേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. അപ്പൊ തന്നെ അതിന് വേണ്ടുന്ന ക്യൂറേറ്റീവ് മെഷേഴ്സ്, റെമഡി അവരെ ചെയ്യിക്കുവാണെങ്കിൽ, മീൻസ് ഏതെങ്കിലും തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയോ ഒക്കെ ചെയ്യിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും. ആ ഒരു ഏജില് അഡോളസൻസിലൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. ചിലപ്പോൾ മാറില്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ്.
ചിലപ്പോ അക്ഷരങ്ങൾ വായിക്കുന്നതിൽ പ്രശ്നം ഉണ്ടാവാം, ചിലപ്പോ കണക്കുകൾ നമ്പേഴ്സ് മനസ്സിലാക്കുന്നതിൽ പ്രശ്നങ്ങൾ വരാം, വായിക്കുന്നതിൽ ഇഷ്യൂ ഉണ്ടാകാം, നമ്പർ തലതിരിഞ്ഞ് വായിക്കുന്നു, ബിയും പിയും ഒരുപോലെ കാണിക്കുന്നു, എഴുതിയിട്ട് തിരിച്ചു വരയ്ക്കുന്നു, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് കാണാറുണ്ട് അല്ലെ. അപ്പൊ അത് ഇനി നിങ്ങളിപ്പോ മോണ്ടിസോറി മെത്തേഡ് പഠിച്ച് ഇറങ്ങി, ഡെഫിനറ്റ്ലി വി നീഡ് എ ജോബ്, നമുക്കൊരു ഇൻകം വേണം. ഓക്കെ, നമ്മുടെ പാഷനാണ്, നമ്മൾ ഡെഡിക്കേറ്റഡ് ആണ്, കമ്മിറ്റഡ് ആണ് ആ വർക്കിനോട്, അതൊക്കെയാണ്. ബട്ട് നമ്മളൊന്ന് അപ്ഡേറ്റഡ് ആവണോ അല്ലെ, എന്നാലല്ലേ നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് ഒരു വരുമാനമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറിയ കോഴ്സുകൾക്ക് പാരലലി ജോയിൻ ചെയ്യാം. ലൈക്ക് ഓൺലൈൻ ആയിട്ടുള്ള ഇതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ ചെറിയ ചെറിയ നല്ല നല്ല ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ചില ആളുകൾ ഓൺലൈൻ ആയിട്ടൊക്കെ നടത്തും. അങ്ങനെയൊക്കെ നോക്കി ജെനുവിൻ ആണെന്ന് മനസ്സിലാകാണെങ്കിൽ ഡെഫിനറ്റ്ലി ചിലപ്പോൾ ദിവസം 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളായിരിക്കും. വർക്കിംഗ് പേഴ്സൺസ് ഒക്കെ ആകുമ്പോൾ നൈറ്റിലൊക്കെ ആയിരിക്കും അവർ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആകും. അപ്പൊ നമ്മൾക്ക് ഈ അസസ് ചെയ്യാൻ മാത്രമല്ല പറയുന്നത്, അസസ് ചെയ്യാനുള്ള ടൂള് നമ്മൾ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുക. ഈ നോട്ട്ബുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അസസ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് അതിന് റെമഡി കൊടുക്കാനും പറ്റും. നല്ല രീതിയിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റും തരുമല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി പാരന്റ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതെല്ലാം കോൺഫിഡൻഷ്യൽ, പ്രൈവസി മാറ്റേഴ്സ് അങ്ങനെ വരും. അവർക്കൊരു ക്ലിനിക്കിൽ പോയി കുട്ടിയെ ട്രീറ്റ് ചെയ്യാൻ ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. നമ്മളിങ്ങനെ അറിയാമെന്നുള്ളത് അറിയുവാണെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ വരും. സോ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലെവലും ഒന്ന് കൂടും. കാരണം വെച്ചാൽ നമുക്ക് അറിയാവുന്ന പണി നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ, നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിൽ ലേണിംഗ് ഡിസബിലിറ്റി ചെറിയ പ്രായത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അത് കറക്റ്റ് അഡ്രസ് ചെയ്ത് അതിനൊരു ക്യൂറേറ്റീവ് മെഷർ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു എന്താ പറയാ, അവർക്കൊരു ബ്ലെസ്സിങ് തന്നെയാണ്. നമ്മൾ നല്ലൊരു സപ്പോർട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ വരുമാനം നോക്കി ചെയ്യുന്നതല്ല, നമ്മളും അപ്ഡേറ്റഡ് ആകുന്നു, നമ്മൾ കുറച്ചുകൂടെ ഫിനാൻഷ്യലി സൗണ്ട് ആകും. അത് ഡെഫിനറ്റ്ലി വേണമല്ലോ. അല്ലാണ്ട് നമ്മള് പിന്നെ ഒട്ടും വയ്യ സാധുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ വില്ലിങ് ആയിട്ട് വരുന്നവരുടെ വാങ്ങിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അതൊക്കെ ഇറ്റ്സ് അപ് ടു യു. നമ്മൾ പ്രാക്ടിക്കലും ആകണം, നമ്മൾ ഇമോഷണലി ഇന്റലക്ച്വലി കാര്യങ്ങൾ നോക്കണം. എപ്പോഴും വികാരപരമായി മാത്രം നമ്മൾ ചിന്തിക്കരുത്, വികാരപരമായിട്ടും വിവേകം, അതായത് ആ ഒരു ഇമോഷണൽ ആൻഡ് ഇന്റലക്ച്വൽ അതിന്റെ ബാലൻസ് നമുക്ക് ശരിക്കും വരും. അതൊക്കെ വരും. മോണ്ടിസോറി മെത്തേഡ് അങ്ങനെയാ ചെയ്യുന്നത്. ഇനി നിങ്ങൾ നല്ലൊരു ടീമാണ് ഇവിടെ, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ലൊരു ടീമുണ്ട്, ഒരു 6 പേര് 7 പേര് 10 പേരൊക്കെ നല്ലൊരു ടീമാണെങ്കിൽ നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് അവിടെ അപ്ലൈ ചെയ്യാം. റെസിപ്രോക്കൽ ഹെൽപ്പ്. ഇപ്പൊ ഈ ഒരു 10 ദിവസത്തെ സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ സേ ഒരു 2500 ആകും. ഒരാൾ അറ്റൻഡ് ചെയ്യാം, കോഴ്സ് ഒരാൾ അറ്റൻഡ് ചെയ്തിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുക. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ട്രെയിൻഡ് ആവുകയോ ചെയ്യും, ബാക്കിയുള്ളവർക്ക് അതിന്റെ ഗുണം ചെയ്യും. നെക്സ്റ്റ് ഇതിന്റെ വേറെ ഏതെങ്കിലും ലെവലിലുള്ള കോഴ്സ് വരുമ്പോൾ അടുത്ത ആള് പേ ചെയ്തിട്ട് ആ കോഴ്സ് എടുക്കുക, ബാക്കിയുള്ളവരെ പഠിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കിപ്പോ 6 പേരുണ്ടെങ്കിൽ 6 ഇത് റിലേറ്റഡ് കോഴ്സസ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതൊക്കെ പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്യാൻ ഞാനൊരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. മോണ്ടിസോറി മെത്തേഡിൽ വരുന്നതാണ് റെസിപ്രോക്കൽ ഹെൽപ്പ്, അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. ഞങ്ങൾ അങ്ങനെ ഒരു 6-7 മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഉണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരാളൊരെണ്ണം പഠിക്കും, മറ്റുള്ളവരെ പഠിപ്പിക്കും. അപ്പൊ സമയമുള്ള ആള് ആ കോഴ്സ് അങ്ങ് അറ്റൻഡ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കും. ആ ഒരു രീതിയിൽ നമ്മുടെ അത് പോകുന്നു. അങ്ങനെയൊക്കെ നോക്കാം. അത് ഒരേപോലെ വൈബായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നല്ലത്. കോൺഫ്ലിക്ട്സും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാകുന്ന രീതിയിൽ മുന്നോട്ട് പോകാത്ത രീതിയിൽ ആക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളോ. ഈ ഒരു ചാപ്റ്റർ തീർക്കാൻ എനിക്ക് മിക്കവാറും 2-3 ക്ലാസ്സസ് എനിക്ക് വേണ്ടി വരുമായിരിക്കും. സോ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ചെയ്ത് വെക്കുക സമയമുള്ള പോലെ അനുസരിച്ച്. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? ഞാൻ ചെയ്യാം മാം. Never help a child with a task they feel they can succeed at. Montessori quotes. Sign out by Maya. Okay, thank you so much. Thank you, ma'am. Thank you, ma'am. കുട്ടീസ് ഒക്കെ ഉണ്ടല്ലോ. വെക്കേഷൻ അല്ലേ? അതെ അതെ, ഉമ്മമാര് പഠിക്കുമ്പോ അടുത്ത് വന്നിരിക്കണു അല്ലേ?
മാം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, മാഗസിൻ വർക്ക് അന്ന് പറഞ്ഞില്ലേ, മാഗസിൻ നമ്മുടെ ബാച്ചിന്റെ ഒരു മാഗസിൻ തയ്യാറാക്കാന് ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഓരോ എന്താ പറയാ ഓരോന്ന് ഏറ്റെടുത്തിട്ടൊക്കെ ഇതായി. പക്ഷെ ഞങ്ങൾ ഇതുവരെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അത് ഏത് സമയമാകുമ്പത്തിന് അവസാനിപ്പിക്കേണ്ടത്? ഇതിപ്പോ ഫസ്റ്റ് ബാച്ചുകാർ ചെയ്യുന്ന വെച്ചാൽ കോൺവെക്കേഷന്റെ സമയത്ത് വരില്ലേ, ആ സമയത്ത് അതിന്റെ ഒരു പ്രകാശനം പോലെ ലൈറ്റിംഗ് പോലെ അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു സെഷനിൽ എല്ലാരെയും ഇൻവൈറ്റ് ചെയ്ത് ഓൺലൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ബാച്ചുകാർ ചെയ്യുന്ന പോലെ കോൺവെക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചെയ്യാം. ഓക്കെ മാം. അപ്പൊ അതാകും കോൺവെക്കേഷന്റെ ടൈമിൽ അതൊരു പുസ്തകമായിട്ട് പ്രകാശനം ചെയ്യും. എന്താ പറയാ, നമ്മളിപ്പോ ഈ PDF ഒക്കെ പ്രിന്റ് എടുത്തായിരുന്നില്ലേ, അതുപോലെ ഒരു പ്രിന്റ് ഒക്കെ എടുത്തിട്ട് എല്ലാരും കൂടി ഷെയർ ചെയ്ത ഒരു പുസ്തകം പോലെ കോൺവെക്കേഷന്റെ അന്ന് പ്രകാശനം ചെയ്യാം. സ്പൈറൽ ബൈൻഡിങ് ചെയ്താലും മതിയാകും. വലിയ ഒരു ഇതാവില്ലല്ലോ, വലിയ കോസ്റ്റ് ആവില്ല തോന്നുന്നു സ്പൈറൽ ബൈൻഡിങ്ങിന്. നമുക്ക് ചിലർ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ സ്പൈറൽ ബൈൻഡിങ്. ആയിക്കോട്ടെ, അപ്പൊ ഞങ്ങൾ അങ്ങനെ ചെയ്യാം. അതാകുമ്പോ പഠനത്തിനൊന്നും ബാധിക്കൂല. അത് കഴിഞ്ഞ് എക്സാംസ് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഞങ്ങൾ കോൺവെക്കേഷന് വരുമ്പോ ആ രീതിയിൽ ചെയ്താലും മതി. ഓക്കെ മാം.